മുഖ്യമന്ത്രി ചർച്ചകൾ ഇന്നും തുടരും. മുൻ KPCC അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരും ഡൽഹിയിൽ. മുതിർന്ന നേതാക്കളെയും വിളിപ്പിച്ചു. പ്രഖ്യാപനം 2 ദിവസത്തിനകം. മൂന്ന് ദിവസത്തെ CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നതിൽ തീരുമാനമുണ്ടാകും. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ വഴികൾ തേടും. ഉപനേതാവെന്ന CPIയുടെ ആവശ്യവും ചർച്ചയ്ക്ക്. ഇന്ധനവില വർധന 3 ദിവസത്തിനകം 5 രൂപ വരെ കൂട്ടാൻ സാധ്യത. ഉപയോഗം കുറയ്ക്കാൻ പൗരന്മാരുടെ പിന്തുണ ആവർത്തിച്ചാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി. TVK സർക്കാരിന് നിയമസഭയിൽ ഇന്ന് നിർണായകം. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. JCD പ്രഭാകർ TVK സ്ഥാനാർത്ഥി, M രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കറാകും. അസമിൽ ഇന്ന് സത്യപ്രതിജ്ഞ. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ 19 അംഗ മന്ത്രിസഭ അധികാരമേൽക്കും. ഗുവാഹത്തിയിലെ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിലെ ചടങ്ങിൽ പ്രമുഖരെത്തും. അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കാറ്റിനെയും കരുതണമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മഴയ്ക്ക് കാരണം ലക്ഷദ്വീപിന് മുകളിലുള്ള ചക്രവാത ചുഴി. കടലാക്രമണത്തിനും സാധ്യത. തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. പ്രധാനമന്ത്രി ലോക പര്യടനത്തിന് വെള്ളിയാഴ്ച UAEയിലേക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനം 20 വരെ. പശ്ചിമേഷ്യൻ സംഘർഷത്തിലായവില്ല. അടുത്തയാഴ്ചത്തെ ഇറാൻ-US ചർച്ച അനിശ്ചിതത്വത്തിൽ. ഇറാനു നേരെ കടുത്ത ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ അതീവ ഗുരുതരാവസ്ഥയിലെന്ന് മുന്നറിയിപ്പ്. US നിർദ്ദേശങ്ങളോട് ഇറാന്റെ പ്രതികരണം വിഡ്ഢിത്തം.